Hi friends, welcome to Entry Teaching YouTube channel. ഒരു സെറ്റ് എക്സാം കൂടി കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഒരുപാട് പേര് നന്നായിട്ടൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ബൗണ്ടറി ലൈനൊക്കെ ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും എക്സാം പാസ്സാവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരുണ്ട് അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിലീഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കയറിപ്പോരാൻ പറ്റും. അല്ലാത്ത കേസുകളിൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ നിൽക്കുന്നവരുണ്ട്. സോ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പഠനം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത സെറ്റ് എക്സാം പാസ്സായില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെറ്റ് എക്സാം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? എന്തിനാ നമ്മൾ സെറ്റ് എക്സാം, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് സെറ്റ് എക്സാം എഴുതുന്നത്? ഇതെങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല പല വീഡിയോസിലായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടുള്ളതാണ്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എക്സാം MSc B.Ed ഉള്ള ഏതൊരു കുട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു ആൾക്കും എന്ത് എഴുതാം? സെറ്റ് എക്സാം നമുക്ക് എഴുതാം. അതായത് MSc നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് B.Ed നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് B.Edൻ്റെ 3rd അല്ലെങ്കിൽ 4th സെമസ്റ്ററിൽ നമുക്ക് സെറ്റ് എക്സാം എഴുതി തുടങ്ങാം അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ MSc ജസ്റ്റ് കഴിഞ്ഞു, ആ സബ്ജക്റ്റ് കുറച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്നും വിട്ട് പോയിട്ടുണ്ടാവില്ല. അതേപോലെ നമുക്ക് B.Edൻ്റെ നമ്മുടെ ജനറൽ പേപ്പറിൻ്റെ 50 മാർക്ക്, അല്ലെങ്കിൽ 50 മാർക്കല്ല, ഫസ്റ്റ് പേപ്പറിൻ്റെ ആ ഒരു 120 മാർക്ക് നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ MSc കഴിഞ്ഞു B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ ഒരാൾക്കും എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് സെറ്റ് എക്സാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സെറ്റ് എക്സാം അപ്ലൈ ചെയ്ത് നമുക്ക് ഇത്തവണയും നമ്മൾ സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമാണ് HSST എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യം പറയുവാണെങ്കിൽ HSST ബോട്ടണി. നോർമലി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ HSST വിളിച്ചപ്പോൾ HSA വിളിച്ചതിന് ശേഷം തൊട്ട് പുറകെ ആയിട്ട് എന്തുകൂടി ഉണ്ടായിരുന്നു? HSST കൂടി ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ HSA പഠിച്ചു, ആ എക്സാം കഴിഞ്ഞു, നെക്സ്റ്റ് തന്നെ ആ ഒരു വർഷം എനിക്ക് തോന്നുന്നൊരു ഓഗസ്റ്റിലായിട്ട് തന്നെ HSST ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമുക്കിനി അടുത്തത് ഏറ്റവും സ്കോപ്പുള്ള ഒരു കാര്യമാണ് HSST എന്ന് പറയുന്നത്. കാരണം ഇനി അടുത്ത 2-3 വർഷങ്ങളായിട്ട് ഒരുപാട് പേര് നമ്മുടെ HSST പോസ്റ്റിൽ നിന്നൊക്കെ റിട്ടയർഡായി പോകുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു എക്സാമാണ് HSST എന്ന് പറയുന്നത്. ഈ HSSTക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ക്വാളിഫൈ ചെയ്തിരിക്കണം? സെറ്റ് എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. മാത്രമല്ല സെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഒന്നും വേണ്ട. അതായത് കേട്ടിട്ട് കാറ്റഗറി 3-ഓ 2-ഓ 1-ഓ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേട്ടറ്റ് എക്സാമിൻ്റെ ആവശ്യം നമുക്കില്ല. സെറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ. സോ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സെറ്റ് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ HSS എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം മിനിമം ഒരു 15 എബോവ് നമുക്ക് സാലറി കിട്ടുന്നൊരു ജോലിയാണ് HSST എന്ന് പറയുന്നത് അല്ലേ? ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്വാളിഫയിങ് എക്സാമാണ് HSST ബോട്ടണി എക്സാം. ഓക്കെ, അപ്പോൾ പറഞ്ഞൊന്നുകൂടി ഓർക്കാം, ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു എയ്ഡഡ് സ്കൂളിൽ ഇപ്പോൾ കയറാനാണെങ്കിൽ പോലും എന്ത് ക്വാളിഫിക്കേഷൻ വേണം? സെറ്റ് നിങ്ങളെപ്പോഴും ക്വാളിഫൈ ചെയ്തിരിക്കണം. ദെൻ നമുക്ക് ഇപ്പോൾ നിങ്ങൾ സെറ്റ് പഠിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു HSSTക്ക് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, സെയിം സിലബസ് തന്നെയാണ്. സെയിം സിലബസും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെയിം ആണ്. നമുക്ക് 100-ൽ 70 മാർക്കാണ് നമ്മുടെ HSSTയിൽ എന്തിനുള്ളത്? നമ്മുടെ സബ്ജക്റ്റിനുള്ളത്. ബോട്ടണിയിലാണെങ്കിൽ ബോട്ടണിയുടെ 70 മാർക്കും നമുക്ക് ബോട്ടണിയിലാണ്. ബാക്കി 30 മാർക്കാണ് നമ്മുടെ ഒരു പാർട്ട് 1 അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പേപ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ആയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള 70 മാർക്ക് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മാർക്കാണ്. അത് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് എന്തായാലും പഠിക്കണം അല്ലേ? അതായത് സെറ്റിൻ്റെയും HSSTയുടെയും സിലബസ് ഏകദേശം സെയിം ആണ്. ബോട്ടണി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ പ്ലാൻ കിങ്ഡം ഇല്ലാത്ത ഒരു സിലബസും ഉണ്ടാവില്ല അല്ലേ? ബയോളജി, ടെർഡോളജി, ജിംനോസ്പേം ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ ഫിസിയോളജി, അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ മോർഫോളജി, പിന്നെ അതേപോലെ നമ്മുടെ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം പോലുള്ള എക്കോളജി തുടങ്ങിയ ഭാഗങ്ങൾ, പിന്നെ സെല്ലാം മോളിക്കുലർ ബയോളജി, ഇതൊക്കെയല്ലേ നമ്മൾ സെറ്റിന് പഠിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് എവിടെയോ ഉള്ളത് HSSTക്കും പഠിക്കാനായിട്ടുള്ളത്. സോ സെറ്റ് നല്ല രീതിയിൽ വൃത്തിയായി നോട്ട്സൊക്കെ എഴുതി സിലബസ് കംപ്ലീറ്റ് ആക്കുന്ന ഒരാൾക്ക്
സെറ്റ് ക്ലിയർ ചെയ്യാൻ മാത്രമല്ല അതിനൊപ്പം തന്നെ എന്തുകൂടി ക്ലിയർ ചെയ്യാൻ സാധിക്കും, HSSTയും സിമ്പിളായിട്ട് കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനിയും സെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കഴിഞ്ഞ എക്സാമും നിങ്ങളിങ്ങനെ ഡൗട്ടേഴ്സ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വരാം. നമുക്ക് ഏകദേശം നിങ്ങൾക്കറിയാം 6 യൂണിറ്റ് 54ലധികം മൊഡ്യൂൾസാണ് നമുക്ക് സെറ്റ് ബോട്ടണിക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ അടുത്ത എക്സാം ആകുമ്പോഴേക്കും നമുക്കത് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്യാം. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് എക്സാം എഴുതാം. അപ്പോൾ ഇത്രയും ആ ഒരു ഏരിയ അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ചവർ പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് വരുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് റെഫർ ചെയ്യാം, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഒരുപാട് റെഫർ ചെയ്യാം. LBSൻ്റെ സൈറ്റിലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല നമുക്ക് അതിൻ്റെ ആൻസർ കീ കൂടി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നമുക്ക് നോക്കി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് വച്ചിട്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സെറ്റ് സിലബസ് നോക്കി വെക്കുക. സിലബസ് HST സിലബസുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നൊരു സിലബസ് കൂടിയാണ്. ആൻഡ് ആ സിലബസ് കുറച്ചും കൂടി നമ്മുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓർക്കാം, HST നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടെന്ന് കൂടിയാണ്. എയ്ഡഡ് സ്കൂളുകളൊരു നിയമനം വേണമെങ്കിലും നമുക്ക് എന്ത് വേണം, സെറ്റ് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. സോ നമുക്ക് വീണ്ടും ഇതേപോലെ ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്